ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ റോബോട്ടിക് പ്രദർശനം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. SN വിദ്യാഭവൻ പ്രിൻസിപ്പൽ യാമിനി ദിലീപ് ആമുഖ പ്രസംഗം നടത്തി. അക്കഡവോ റിസർച്ച് ലാബ് CEO ദീപക് വരും കാലങ്ങളിലെ AI-യുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു. പ്രദർശനത്തിൽ AI കാർ, ഡ്രോൺ, റോബോട്ട് തുടങ്ങിയവ കാണികളെ അത്ഭുതപ്പെടുത്തി. രക്ഷകർത്താക്കൾക്കും പ്രദർശനം കാണാൻ അവസരമുണ്ടായിരുന്നു. സ്കൂളിലെ ഇന്നൊവേഷൻ ലാബ് അധ്യാപകരായ അഞ്ജലി S, അഭിരാം ഹരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദർശനം നടന്നത്. ഡിഗ്രിക്ക് പോകണോ, ഡോക്ടറിന് പോകണോ, എഞ്ചിനീയറിംഗ് പോകണോ അല്ലേ? അപ്പൊ നിങ്ങൾ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഈ ഇഷ്ടക്കേട് നമുക്ക് ഇഷ്ടമില്ലാത്തതിലോട്ടാണ് നിങ്ങൾ പോണെങ്കിൽ എന്ത് ചെയ്യും? പ്രശ്നമാകത്തില്ലേ? അപ്പൊ അതൊരു മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ ഒരു ലാബിലൂടെ ശ്രമിക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞ പോലെ വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ AI മാത്രമല്ല. നമ്മൾ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ബൂം ചെയ്യുന്ന ഒരു 10-15ഓളം ടെക്നോളജീസ് ഉണ്ട്. അതിൽ ഹാർഡ്വെയർ ടെക്നോളജി ഉണ്ട്, സോഫ്റ്റ്വെയർ ടെക്നോളജി ഉണ്ട്, അതേപോലെ ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോബോട്ടിക്സ് ഒരു വലിയ ടെക്നോളജിയാണ്. അതേപോലെ ഈ ഡ്രോൺ മേക്കിംഗ് ഭയങ്കര ജോലി സാധ്യത. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഡ്രോൺസ് ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ ഡെലിവറി വരെ ഡ്രോൺസിലായിരുന്നു. അതേപോലെ വേറെ ഫീൽഡാണ് 3D പ്രിന്റിങ്. നിങ്ങൾ പ്രിന്റേഴ്സ് കണ്ടിട്ടില്ലേ? നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് നമുക്കത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ അമേരിക്കയിൽ നമ്മുടെ ഇപ്പോൾ ഹേർട്ടും നമ്മുടെ കിഡ്നീസ് വരെ 3D പ്രിന്റർ പ്രിന്റ് ചെയ്ത് എടുത്തു. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓർഗൻ ഡൊണേഷൻ ഇല്ലാതാവും. ഇപ്പോൾ നമ്മുടെ ചെന്നൈയിൽ ഒരു വീട് കെട്ടിയത് ഫുള്ള് 3D പ്രിന്റ് വഴിയാണ്. ഓക്കെ, അപ്പോൾ 3D പ്രിന്റിംഗ് ടെക്നോളജി ഭയങ്കരമായിട്ട് ഇതിന് മൂവ് ആവുന്ന ടെക്നോളജിയാണ്. അതേപോലെ കോഡിംഗ് സാർ പറഞ്ഞത് AI. ഇനി റോബോട്ടിക്സിലായാലും എല്ലാ കാര്യങ്ങളും സ്കൂളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് AI വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും.